Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ലെൻസുകളുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു കണക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധയോടെ വായിക്കൂ. 6 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു ലെൻസിൽ നിന്നും 60 സെന്റിമീറ്റർ അകലെ വെച്ചപ്പോൾ 40 സെന്റിമീറ്റർ അകലെയുള്ള സ്ക്രീനിൽ അതിനൊരു പ്രതിബിംബം ലഭിച്ചു. ഇനി ഇതേ ലെൻസിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെയാണ് ഈ വസ്തു വെക്കുന്നതെങ്കിൽ ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ ഉയരം എത്രയായിരിക്കും എന്നാണ് നാം കണ്ടുപിടിക്കേണ്ടത്. കേൾക്കുമ്പോൾ കുറച്ചു വലുതായി തോന്നാം, പക്ഷേ നമ്മളിത് വളരെ എളുപ്പത്തിൽ ചെയ്യും. ഇതൊരു പസിൽ പോലെ. നമുക്ക് 2 ഭാഗങ്ങളായി തിരിക്കാം. ആദ്യത്തെ ഭാഗത്തിൽ നിന്ന് നമുക്കൊരു ഒളിഞ്ഞിരിക്കുന്ന ക്ലൂ കിട്ടും. അത് ഉപയോഗിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗം കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം ഒന്നാമത്തെ സാഹചര്യം അഥവാ കേസ് 1 നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുതിയ കാർട്ടീഷ്യൻ ചിഹ്നരീതി കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ്. ഇതിന് പരീക്ഷയ്ക്ക് പ്രത്യേക മാർക്കുണ്ട്. ആദ്യം വസ്തുവിന്റെ ഉയരം HO. വസ്തു എപ്പോഴും മുഖ്യ അക്ഷത്തിന് മുകളിലായി കുത്തനെ വെക്കുന്നതുകൊണ്ട് HO + 6 സെന്റിമീറ്റർ ആണ്. അടുത്തത് വസ്തുവിലേക്കുള്ള ദൂരം U. ചിഹ്നരീതി അനുസരിച്ച് വസ്തു എപ്പോഴും ലെൻസിന്റെ ഇടതുവശത്താണ് വെക്കുന്നത്. അതിനാൽ U എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെയും -60 സെന്റിമീറ്റർ ആണ്. ഇനി പ്രതിബിംബത്തിലേക്കുള്ള ദൂരം V. പ്രതിബിംബം സ്ക്രീനിൽ പതിക്കുന്നു എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ ഹിന്റാണ്. സ്ക്രീനിൽ ലഭിക്കുന്നത് യഥാർത്ഥ പ്രതിബിംബം അഥവാ റിയൽ ഇമേജ് മാത്രമാണ്. കോൺവെക്സ് ലെൻസിന്റെ വലതുവശത്താണ് ഇവ ഉണ്ടാകുന്നത്. അതിനാൽ V + 40 സെന്റിമീറ്റർ ആയിരിക്കും. ഇതിൽ നമുക്കറിയാത്ത ആ ഒളിഞ്ഞിരിക്കുന്ന ക്ലൂ എന്താണ്? അതെ, ലെൻസിന്റെ ഫോക്കസ് ദൂരം F. നമുക്കത് ആദ്യം കണ്ടുപിടിക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട ലെൻസ് സമവാക്യം എഴുതാം. 1/f = 1/v - 1/u. എപ്പോഴും പ്രധാന സമവാക്യം ആദ്യം തന്നെ എഴുതണം. നമ്മുടെ കണക്കുകൂട്ടലുകൾ എളുപ്പമാക്കാൻ ഇതൊന്ന് മാറ്റി എഴുതാം. ഛേദം പൊതുവാക്കുമ്പോൾ 1/f = u - v ഹരിക്കണം u ഗുണിക്കണം v എന്ന് ലഭിക്കും. ഇതിൽ നിന്നും f നേരിട്ട് കണ്ടുപിടിക്കാൻ ഇതിന്റെ വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ f = u ഗുണിക്കണം v ഹരിക്കണം u - v. ഇതൊരു ഷോർട്ട്കട്ട് സമവാക്യമായി ഉപയോഗിക്കാം. ഇനി വളരെ ശ്രദ്ധയോടെ ചിഹ്നങ്ങൾ സഹിതം വിലകൾ നൽകാം. -60 ഗുണിക്കണം 40 ഹരിക്കണം -60 - 40. ഇത് ഗുണിക്കുമ്പോൾ മുകളിൽ -2400 എന്നും താഴെ കൂട്ടിയാൽ -100 എന്നും കിട്ടും. മൈനസ് ചിഹ്നങ്ങൾ വെട്ടിപ്പോകുമ്പോൾ നമുക്ക് +24 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഈ പ്ലസ് ചിഹ്നം ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ക്ലൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഗംഭീരം. ഇനി നമുക്ക് രണ്ടാമത്തെ സാഹചര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ആ വസ്തു ലെൻസിനോട് കുറച്ചുകൂടി അടുത്തേക്ക് നീക്കി വെക്കുകയാണ്. വസ്തുവിലേക്കുള്ള പുതിയ ദൂരം U2 40 സെന്റിമീറ്റർ ആണ്. ചിഹ്നരീതി അനുസരിച്ച് ഇത് -40 സെന്റിമീറ്റർ എന്ന് എഴുതണം. എന്നാൽ ലെൻസ് മാറിയിട്ടില്ല. അതുകൊണ്ട് ഫോക്കസ് ദൂരം അതേപടി തുടരും. +24 സെന്റിമീറ്റർ. ആദ്യത്തെ ഭാഗത്ത് നിന്ന് കിട്ടിയ ക്ലൂ നമ്മളെ സഹായിക്കുന്നത് കണ്ടില്ലേ? ഇനി പുതിയ പ്രതിബിംബം കൃത്യമായി എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കണം. അതായത് V2 കണ്ടുപിടിക്കണം. വീണ്ടും നമ്മുടെ ലെൻസ് സമവാക്യം രണ്ടാമത്തെ സാഹചര്യത്തിന് അനുസരിച്ച് എഴുതാം. 1/v2 - 1/u2 = 1/f. നമുക്ക് 1/v2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാൽ ഇതിനെ മാറ്റി എഴുതുമ്പോൾ 1/v2 = 1/f + 1/u2 എന്ന് കിട്ടും. മുൻപത്തെ പോലെ ഭിന്നസംഖ്യകൾ ഒഴിവാക്കാൻ ഛേദം പൊതുവാക്കാം. 1/v2 = u2 + f ഹരിക്കണം f ഗുണിക്കണം u2. ഇതിൽ നിന്നും v2 നേരിട്ട് കണ്ടുപിടിക്കാൻ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ v2 = f ഗുണിക്കണം u2 ഹരിക്കണം u2 + f. ഇനി വിലകൾ നൽകാം. 24 ഗുണിക്കണം -40 ഹരിക്കണം -40 + 24. ഇവിടെ മൈനസ് ചിഹ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇത് ലഘൂകരിക്കുമ്പോൾ മുകളിൽ -960 എന്നും താഴെ -16 എന്നും കിട്ടും. ഇവ ഹരിക്കുമ്പോൾ നമുക്ക് +60 സെന്റിമീറ്റർ എന്ന് ലഭിക്കും. അതായത് പുതിയ പ്രതിബിംബം ലെൻസിന്റെ വലതുവശത്ത് 60 സെന്റിമീറ്റർ അകലെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ അവസാന ഘട്ടത്തിൽ എത്തി. പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കാൻ ലെൻസ് ആ വസ്തുവിനെ എത്രത്തോളം വലുതാക്കി എന്ന് അറിയണം. അതിനായി മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ v2 ഹരിക്കണം u2. അതായത് പ്രതിബിംബ അകലം ഹരിക്കണം വസ്തുവിലേക്കുള്ള അകലം. വിലകൾ നൽകാം. 60 ഹരിക്കണം -40. പൂജ്യങ്ങൾ വെട്ടിക്കളയുമ്പോൾ 6 ഹരിക്കണം -4 എന്ന് വരും. ഇത് -1.5 എന്ന് ലഭിക്കും. അതായത് പ്രതിബിംബം വസ്തുവിനേക്കാൾ 1.5 മടങ്ങ് വലുതാണ്. ഇനി ഫൈനൽ ആൻസറിലേക്ക് വരാം. പുതിയ പ്രതിബിംബത്തിന്റെ ഉയരം hi കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ എന്നത് ഇമേജ് ഹൈറ്റ് ബൈ ഒബ്ജക്റ്റ് ഹൈറ്റ് കൂടിയാണല്ലോ. അതായത് hi ഹരിക്കണം ho. ഇതിൽ നിന്നും hi നേരിട്ട് കണ്ടുപിടിക്കാൻ hi m ഗുണിക്കണം ho എന്ന് എഴുതാം. നമുക്ക് കിട്ടിയ മാഗ്നിഫിക്കേഷൻ ആയ -1.5നെ വസ്തുവിന്റെ ആദ്യത്തെ ഉയരമായ r കൊണ്ട് ഗുണിക്കാം. അപ്പോൾ നമുക്ക് -9 സെന്റിമീറ്റർ എന്ന് കിട്ടും. എന്താണ് ഈ മൈനസ് ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിസിക്സിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രതിബിംബം മുഖ്യ അക്ഷത്തിന് താഴെ തലകീഴായാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പരീക്ഷയ്ക്ക് ഈ വ്യാഖ്യാനം കൂടി എഴുതിയാലേ മുഴുവൻ മാർക്കും കിട്ടൂ. അങ്ങനെ വളരെ എളുപ്പത്തിൽ നാം ഈ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. ഹാപ്പി ലേണിംഗ്.